ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഏതൊരു ആളും ഈ ലോകത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. ദൈവമാണ് പിതാവ്. പിതാവ് ഈ ലോകത്തിലേക്ക് നമ്മളെ അയക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് പിതാവിന് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ചിലർ ഒരുപക്ഷെ പ്രാർത്ഥനയിലോ വചനധ്യാനത്തിലോ ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ് അങ്ങനെ പോകുന്നവരുണ്ട്. എന്നാൽ പലർക്കും അതിനുള്ള അവസരം കിട്ടാറില്ല. എങ്കിലും ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടി, ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചിലർ ചെയ്യുന്നത് പോലെയാണ് ദൈവിക പദ്ധതി അറിയാതെ ചിലരൊക്കെ പോകുന്നത്. അത് ഇങ്ങനെയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ തുണികളൊക്കെ അലക്കിയിട്ട് ഉണക്കാനായിട്ട് പുറത്തിടും. അതിന് ഒരു അയ കെട്ടും, ഒരു കയറുകൊണ്ടോ മറ്റോ ആയിരിക്കുമല്ലോ നമ്മളത് സാധിച്ചെടുക്കുന്നത്. ചില വീടുകളിലെങ്കിലും ചിലപ്പോഴെങ്കിലും കയറല്ല ഉപയോഗിക്കുന്നത്, ഉപയോഗശൂന്യമായ വയറുകളോ ടെലിഫോണിൻ്റെ വയറുകളോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അത് നമുക്ക് ഉപയോഗശൂന്യമാണെന്നുള്ളത് സമ്മതിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാതെ പോകരുത്, ഈ കമ്പനി ഇത് നിർമ്മിച്ചത് നമുക്ക് തുണി ഉണക്കിയെടുക്കാനല്ല, മറിച്ച് കമ്പനിക്ക് അതിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ വയർ എന്തിനാണെന്ന്. അതുപോലെയാണ് നമ്മൾ ദൈവഹിതം അറിയാതെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. തുടർന്നുള്ള ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അമേരിക്കയിലെങ്ങും പ്രസിദ്ധി ആർജിച്ച ഒരു കത്തിയുടെ പേര് ബക്ക് എന്നാണ്. നമ്മൾ പിച്ചാത്തി, വെട്ടുകത്തി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയുള്ളത്. ആ രാജ്യത്തെ മിക്കവാറും എല്ലാ കർഷകരും പാചകക്കാരും യന്ത്രപ്പണിക്കാരും എല്ലാ ആളുകളും തന്നെ ഈ കത്തി ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. ഇതിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് ഒടിഞ്ഞോ മുറിഞ്ഞോ പോയാൽ മറ്റൊന്ന് മാറ്റി കൊടുക്കും. 2, അതിൻ്റെ മൂർച്ചയും ബലവും ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. 3, ഓരോ കത്തിയോടും ചേർന്ന് കമ്പനിയുടെ ഒരു ചെറിയ സന്ദേശവും അത് വാങ്ങുന്ന ആളിന് ലഭിക്കും. 1902 13-ാമത്തെ വയസ്സിൽ ഇരുമ്പ് പണി പഠിച്ച പോയിറ്റ് എന്ന ആളാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഒരു ദിവസം താൻ 5 കത്തികളാണ് ഉണ്ടാക്കുന്നത്. ഓരോ കത്തിയുടെയും പാക്കറ്റിന് മുകളിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യം ആലേഖനം ചെയ്തിരിക്കും. മിക്കവാറും എല്ലാവരും തന്നെ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുമ്പ് ഈ വാക്യം വായിക്കാൻ സാധ്യതയുണ്ടല്ലോ. 1948 ഇദ്ദേഹത്തിന് മാരകമായ ക്യാൻസർ ബാധിച്ചു. അപ്പോഴേക്കും തൻ്റെ മകൻ തന്നെ സഹായിപ്പാൻ ജോലിയിൽ കൂടെ ഉണ്ടായിരുന്നു. അതേമല്ല, മകൻ ഈ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞ് കമ്പനിക്ക് വലിയ വളർച്ച ഉണ്ടായി. വർഷം 2 ദശലക്ഷത്തിലധികം കത്തികൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്ന അവസ്ഥയിലേക്ക് ആ കമ്പനി വളർന്നു. മകനായ ഹോയിറ്റ് വാർദ്ധക്യത്തിലായി. എന്നാൽ നിറഞ്ഞ സംതൃപ്തിയോടെയാണ് താൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ദിവസം ഇവരിങ്ങനെ ചിന്തിച്ചു, 2 ദശലക്ഷത്തിലധികം കത്തികൾ നമ്മൾ വർഷം തോറും കയറ്റി അയക്കുന്നുണ്ട്. ഈ കത്തികൾ വാങ്ങുന്നവർക്ക് വേണ്ടി ഒരു സന്ദേശം കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ. തീരുമാനിച്ചുറപ്പിച്ച് ഇങ്ങനൊരു സന്ദേശം അവർ എഴുതിയുണ്ടാക്കി. പ്രിയ സ്നേഹിത, നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധമുള്ളവനായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ ഈ കമ്പനിയെപ്പറ്റി അല്പം അറിയുന്നത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കുമല്ലോ. കമ്പനിയുടെ ആരംഭം മുതൽ തന്നെ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ സീനിയർ പാർട്ട്ണർ, അതായത് പ്രധാന പങ്കാളി, ദൈവമായിരിക്കും. എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടായാൽ ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയും. അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. തന്നെയുമല്ല, ഞങ്ങൾ പരാജയം കണ്ടിട്ടുമില്ല. നിങ്ങളിൽ ആരെങ്കിലും പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളോ അകപ്പെട്ടു പോകുമ്പോൾ ഭയപ്പെടരുത്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. കാരണം ദൈവം നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്. അനേകർക്ക് ഇത് പ്രയോജനപ്പെട്ടു. ചിലരൊക്കെ തിരിച്ച് കത്തയക്കുന്നുമുണ്ട്. ഒരു ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കത്ത് അവർക്ക് ലഭിച്ചു. ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീക്കാണ് ഈ കത്ത് ലഭിച്ചത്, അല്ലെങ്കിൽ അവർ വാങ്ങിയത്. എന്നാൽ ആ ഉള്ളടക്കം ചെയ്തിരുന്ന സന്ദേശം അവരെ ഒരുപാട് ബലപ്പെടുത്തി. അവരോട് നന്ദി അറിയിക്കാനാണ് അവർ കത്തയച്ചിരിക്കുന്നത്. അവർ ആ കത്തിന് ഇങ്ങനെ മറുപടി കൊടുത്തു: ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കത്തിയും 2000 ഡിഗ്രി ചൂടുള്ള ചൂളയിൽ വെച്ച് പദം വരുത്തുന്നു. ഇപ്രകാരം ചൂളയിൽ കൂടി കടന്നു പോകുന്ന കത്തി നമ്മുടെ അനുഭവത്തിലേക്ക് വെളിച്ചം വീശുന്നു. ലോകത്തിൻ്റെ കഠിനമായ പരിശോധനയാകുന്ന ചൂളയിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഞങ്ങൾ നൽകുന്ന കത്തി ചൂളയിലൂടെ കടന്നുപോയി
കരുത്തുള്ളതായി തീരുന്നത് പോലെ നമ്മുടെ യാതനകളും കഠിനമായ കഷ്ടതകളും നമ്മളെ അധികം കരുത്തുള്ളവരാക്കി തീർക്കും ദൈവത്താൽ തന്നെ. നമ്മുടെ നോട്ടത്തിൽ വെറുമൊരു കത്തി, എന്നാൽ അതിലൂടെ ഒരു സന്ദേശം കൈമാറുവാൻ അവരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ എത്ര വലിയ കാര്യമാണത്. നിങ്ങൾ അധികം കഷ്ടതയിലൂടെയും ശോധനയിലൂടെയും കടന്നു പോകുന്നെങ്കിൽ ഭയപ്പെടരുത്. ഈ കത്തി തീച്ചൂളയിലൂടെ കടന്നു പോകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടുതൽ ബലമുള്ളവരാക്കി തീർക്കുവാൻ, കരുത്തുള്ളവരാക്കി തീർക്കുവാൻ അത് മുഖാന്തരമായി തീരും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ കഠിന ശോധകളുടെയും അപ്പുറം ഞങ്ങളെ കരുത്തുള്ളവരാക്കി തീർക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.